ബ്ലെസ്സി ചിത്രം ആടുജീവിതം 97ാമത് ഓസ്കർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരുപാട് സിനിമകൾ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമല്ലോ. ഇതൊരു ജനറൽ കാറ്റഗറിയാണ്. നമ്മൾ ഫോറിൻ ഫിലിം കാറ്റഗറി പോയിരുന്നില്ലല്ലോ. US ഇത്ര ഷോ കളിക്കണം, ഇന്റേണൽ അസസ്മെന്റുകളുണ്ട് അക്കാഡമിയുടെ. അതിൽ നിന്നാണ് അവർ സിനിമകൾ സെലക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ആണ്. ഇപ്പൊ വോട്ടിങ്ങിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഷോർട്ട് ലിസ്റ്റിന്റെ ഒരു ഇതെന്ന്. ഫസ്റ്റ് റൗണ്ടാണ് നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഓൾ അക്കാഡമി മെമ്പേഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ അവിടെ ഒരു ഇന്റേണൽ ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഇത് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിപ്പോൾ ഒരു പ്രാഥമിക റൗണ്ടിലുള്ള കാര്യം മാത്രമാണ്. ഇനിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക്, വോട്ടെടുപ്പിലേക്ക് ഉൾപ്പെടെ വരുന്നത് എന്നത് ബ്ലെസ്സി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊരു സന്തോഷമാണല്ലോ. അനുജ, സന്തോഷവും അഭിമാനകരവും നേട്ടമാണ്. പ്രത്യേകിച്ച് ആടുജീവിതം പോലൊരു സിനിമ, അത് ഗ്ലോബലി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണെന്ന് ആ ചിത്രം പുറത്തിറങ്ങിയ ഘട്ടം മുതൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾക്ക് കൂടി ഈ നോമിനേഷൻ വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നിലവിൽ ഓസ്കർ അവാർഡിന്റെ പ്രാഥമിക ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഫോറിൻ സിനിമ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള ചിത്രങ്ങൾ പരിഗണിക്കാറുള്ളത്. ഇതിപ്പോൾ മികച്ച ചിത്രം എന്ന ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക റൗണ്ടിലേക്കാണ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വോട്ടിംഗ് ആരംഭിക്കും. ഈ 8-ാം തീയതി മുതൽ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 12-ാം തീയതി വരെയാണ് വോട്ടിംഗ്. അതിനുശേഷം അതിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് എല്ലാം കണക്കാക്കിയ സ്ഥിതി അതിനുശേഷമായിരിക്കും 2-ാം റൗണ്ടിലേക്കുള്ള പ്രവേശനം ഉണ്ടാകുക. നേരത്തെ 2018 എന്ന മലയാള സിനിമയും സമാനമായ രീതിയിൽ ആ പ്രാഥമിക റൗണ്ടിലേക്ക് പ്രവേശിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനായില്ല. എന്നാൽ ആടുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അക്കാഡമിക്കലി ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. അതിന് വേറൊരു തലം കൂടി ആ സിനിമയ്ക്കുണ്ട്. അതിനൊരു യൂണിവേഴ്സൽ സ്വഭാവമുള്ള സിനിമയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ 2-ാം റൗണ്ടിലേക്ക് അടക്കം ഈ സിനിമ പോകുമെന്നൊരു പ്രതീക്ഷയും സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. ആടുജീവിതം സിനിമയുടെ കഷ്ടപ്പാടുകളൊക്കെ നമുക്കറിയാം. ആ സിനിമ നേരിട്ട പ്രതിസന്ധിയും സംവിധായകൻ ബ്ലെസ്സി നേരിട്ട പ്രതിസന്ധിയും ഒക്കെ നമുക്ക് മുൻപിലുണ്ട്. ആ പ്രതിസന്ധികൾക്കെല്ലാം ഒരു സന്തോഷകരമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിജയം എന്ന് നമുക്കിതിനെ കണക്കാക്കാം. കഴിഞ്ഞ സംസ്ഥാന അവാർഡുകളടക്കം ഒരുപാട് അവാർഡുകൾ ആടുജീവിതം വാരിക്കൂട്ടിയിരുന്നു. ഇതിപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ കൂടി ആ സിനിമ അംഗീകരിക്കപ്പെടുന്നതിന്റെ ആദ്യ സൂചനയാണ് ഈ അക്കാഡമി അവാർഡ്സിലേക്കുള്ള പ്രാഥമിക റൗണ്ടിലേക്കുള്ള സെലക്ഷൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഓസ്കർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിലേക്ക് ജനറൽ കാറ്റഗറിയിൽ ആടുജീവിതം ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവരം.